ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ആയി ഞാൻ വീഡിയോ എടുത്തിട്ടേക്ക് അറിയാം. 1 മടി 2 മടി 3 മടി മടി ഒരു പ്രശ്നമാണ് എനിക്ക്. അമ്മ എന്നും പറയാത്, നിന്റെ മടി മാറ്റി വെച്ചാൽ നീ നന്നാവും അമ്മ പറയും. എന്ത് ചെയ്യാൻ പറ്റും. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, ഞങ്ങൾ ഡേ ഇൻ മൈ ലൈഫിൻ്റെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ വീട് മാറുകയാണ്. അവിടെ ഇപ്പോൾ ഉള്ള ചേച്ചിയുടെ ഫാമിലി നാട്ടിൽ നിന്ന് വരിക, 3 മക്കൾ, ഒരു ഭർത്താവ് ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളോട് ചോദിച്ചു മാറാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞങ്ങൾ മാറാമെന്ന് അന്ന് പറഞ്ഞു. മാറിയിട്ടിപ്പം ഏകദേശം 2 വീക്സായി. കുഴപ്പമൊന്നുമില്ല, സെറ്റാ. ഇതെങ്ങനെ കിട്ടി, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ എന്നൊക്കെയുള്ളതാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യം തൊട്ടുള്ള കഥ പറയാം. ഞാൻ ഇവിടെ വരാൻ നേരത്തെ എനിക്ക് ആകെയുള്ളൊരു കണക്ഷൻ എന്ന് പറയുന്നത് നിതിന. ഞാനല്ലേ? നീ ഏതാ? ആകെയുള്ള എൻ്റെ ഒരു കണക്ഷൻ നിതിന. നിതിന ആരാന്ന് വെച്ചാൽ എൻ്റെ കൂടെ +1 +2 പഠിച്ചതാണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത്. അപ്പം അവനിവിടെ വന്നിട്ട് ഏകദേശം 2 ഇയേഴ്സ് ആയിട്ടുണ്ടാവും. അപ്പം അവൻ്റെ അടുത്താണ് ഞാൻ ഇതിനെപ്പറ്റി ചോദിക്കുന്നത്. എല്ലാം മൊത്തത്തിൽ അവനായിരുന്നു എനിക്ക് ഓൾ ഇൻ ഓൾ ഇവിടുത്തെ. സോ അവനാണ് എനിക്ക് ആദ്യത്തെ അപ്പാർട്ട്മെൻറ്റ് സെറ്റാക്കി തന്നത്. അപ്പം അവനായിരുന്നു എൻ്റെ ആദ്യത്തെ കണക്ഷൻ ഇവിടുത്തെ. അത് കഴിഞ്ഞ് അവൻ സെറ്റാക്കി അങ്ങനെ ഞങ്ങൾ വന്നു, എല്ലാം ഓക്കെ ആയി. അത് കഴിഞ്ഞ് ഇപ്പം മാറാൻ നേരത്ത് നോക്കണമല്ലോ, വീട് അന്വേഷിച്ച്. ഇവിടെ കുറച്ച് അക്കോമഡേഷൻ ക്രൈസിസ് ഉണ്ട്, വീട് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പാർട്ട്മെന്റ്സ് ആയാലും എന്നടി പറഞ്ഞോ, റെന്റ് കൂടുതലല്ലേ? ഓക്കെ, അപ്പാർട്ട്മെന്റ്സ് ആയാലും വീടായാലും എന്തൊക്കെയാണെങ്കിലും കിട്ടാൻ പാടാ, റെന്റ് കൂടുതലാണ്. സോ അങ്ങനെ ഇരിക്കെ നമ്മളിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ ഡാഫ്റ്റിലൊക്കെ. പക്ഷെ ഡാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം. അതുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ അതിനേക്കാളൊക്കെ ഏറ്റവും എളുപ്പമുള്ളൊരു പരിപാടി പറഞ്ഞാൽ കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ മുന്നത്തെ ഓണർ, അതായത് വിപിൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ ഞങ്ങൾ മാറണം, അപ്പം മാറുന്നതിനായിട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെയെന്ന് ചോദിച്ചപ്പോൾ ചേട്ടനാണ് ഒരാളുടെ നമ്പർ അയച്ചു തന്നിട്ട് ഞങ്ങളോട് വിളിക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഇത് കിട്ടിയത്. ഇത് തൊട്ടടുത്തും, അതായത് അത് ബ്ലോക്ക് 3 ആയിരുന്നു, ഇത് ബ്ലോക്ക് 7. അപ്പോൾ തൊട്ടടുത്തുമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല ആൾക്കാരുമാണ്, നല്ല ചേട്ടൻ ഇവിടുത്തെ. അപ്പം അങ്ങനെയാണ് ഇത് കിട്ടിയത്. ഇത് ഞങ്ങൾക്ക് ഓക്കെയാണ്. ഇപ്പോൾ എന്തായാലും കോളേജ് കഴിഞ്ഞായിട്ട് നമുക്ക് വർക്കിൻ്റെ സ്ഥലം ഒരു 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ട്. അപ്പം അങ്ങോട്ടേക്ക് മാറണം. അതുവരെ ഇത് നമ്മൾ ഫിക്സ് ആക്കി വെച്ചേക്കാം. അങ്ങനെയാണ് ഞങ്ങൾക്കിത് കിട്ടിയത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കിട്ടാമെന്ന് ഞാൻ പറഞ്ഞുതരാം. 1, കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കുക. മലയാളി ഗ്രൂപ്പ്സ് കുറേ ഉണ്ട്, കുറേ കോളേജ് ഗ്രൂപ്പ്സ്. അത് എല്ലാവരുമായിട്ട് സംസാരിക്കുക, അവരുടെ അടുത്തുനിന്ന് കോണ്ടാക്ട്സ് മേടിക്കുക, അങ്ങനെ കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കുക. അതൊരു മെയിൻ പോയിന്റാണ്. എന്താവശ്യത്തിനും കണക്ഷൻസ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പ്സ്, കോളേജിൻ്റെ ഗ്രൂപ്പ്സ്, അപ്പാർട്ട്മെൻറ്റിൻ്റെ ഗ്രൂപ്പ്സ്, പിന്നെ കുറേ ഡബ്ലിൻ മലയാളി ഗ്രൂപ്പ്സ്, അങ്ങനെ കുറേ എന്തൊക്കെയുണ്ട്. അങ്ങനെ ആ ഗ്രൂപ്പ്സിലൊക്കെ ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് നിങ്ങൾക്ക് സോർട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ നിന്നാണ് നിതിന് വീട് കിട്ടിയത് പണ്ട്. അങ്ങനെ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടും. പിന്നെ എന്തൊക്കെയാ, പിന്നെ ഡാഫ്റ്റ് നമ്മളിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പം അത് ഞങ്ങളുടെ ഒരു സാറ് പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ, കുറവ് വ്യൂസ് ഉള്ളത് പോയി നോക്കുക. അത് ആൾക്കാർ അധികം കണ്ടിട്ടില്ലല്ലോ. അപ്പം അതിൽ പോയിട്ട് പിന്നെയും അവരെ കോണ്ടാക്ട് ചെയ്ത്, അങ്ങനത്തെ ഭയങ്കര ഇച്ചിരി പാടുള്ള പരിപാടി, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതൊരു വേ. ഇങ്ങനെ ഇത്രയും പോസിബിലിറ്റീസ് ആണ് ഉള്ളത് വീട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ട്രാൻസ്പോർട്ടേഷൻ നോക്കുക. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ നേരെ മുന്നിലാണ് ലുവൽസും ബസ് സ്റ്റോപ്പും, ഒട്ടും അധികം നടക്കാനൊന്നുമില്ല. അപ്പം എല്ലാം അടുത്തടുത്ത്, ഇപ്പം ലിഡിലായാലും മാൽഡി ആയാലും എല്ലാം നിയർ ബൈ, സെൻട്ര എല്ലാം നിയർ ബൈ ആ. അപ്പം ഇപ്പോൾ സിറ്റിയിലേക്കാണെങ്കിലും ഒരു 30 മിനിറ്റ് ഒക്കെ മതി. എല്ലാം അടുത്തടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് നോക്കാം. അതാണ്, വേറെന്താ പറയണ്ടേ. പിന്നെ കൗണ്ടീസിലാണെങ്കിൽ റെന്റ് കുറവായിരിക്കും, പക്ഷെ ആക്സസിബിലിറ്റി ഒക്കെ കുറച്ച് കുറവാണ്. എന്നുവെച്ചാൽ ഇപ്പം സിറ്റിയിലേക്ക് വരണമെങ്കിൽ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യണം. അങ്ങനെയൊക്കെ. ഇപ്പം കൗണ്ടീസിലാണ് നിങ്ങളുടെ കോളേജെങ്കിൽ നിങ്ങൾക്ക് അത് ഓപ്റ്റ് ചെയ്യാം. അല്ലാത്ത പക്ഷം ട്രൈ ടു ബി ഇൻ ദ സിറ്റി. ഓക്കെ, സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ.
പണിയെടുത്ത് ഗൈസ് ചപ്പു. ഈ ഷിഫ്റ്റിങ് ഒരുമാതിരി മെനകെട്ട പരിപാടിയാണെന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ഇനി ഞാൻ ഷിഫ്റ്റ് ചെയ്തില്ല. മടുത്തു. നിങ്ങൾ വിചാരിക്കും നമ്മൾ സ്റ്റുഡൻസാ, അങ്ങനെ അധികം വലിയ ലഗേജ് ഒന്നും കാണില്ല, ഇപ്പം അടുത്ത് വന്ന പിള്ളേരാ ഒന്ന് കാണണമെന്ന് വിചാരിക്കും. ബട്ട് let me show you something. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. എന്നിട്ടും തീർന്നിട്ടില്ല. ഒരു കിച്ചൺ ഉണ്ട്, ബാത്റൂം ഉണ്ട്. ഇത് ജസ്റ്റ് ബെഡ്റൂം മാത്രം. വാവ്. ഹായ് നിക്കി, ഞങ്ങളെ പറ്റി 2 വാക്ക് പറയൂ. പോടി. ലേശം മെന്റൽ ഉണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ. വെറുതെ എനിക്കൊരു കുഴപ്പമില്ല. അതാണ് പറയാനുള്ളത്. എന്ത് വർത്താനം. പോടി, നിങ്ങൾ പോവല്ലേ. ഗൈസ് എന്തെങ്കിലും പറയാനുണ്ടോ റൂമിനെ പറ്റി? ഞാൻ 6 മാസമായി അയർലൻഡിൽ വന്നിട്ട്. ക്ഷമിക്കണം, ഈ സത്യം അറിയാൻ വൈകിയത് കൊണ്ടാണ് എനിക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായത്. റൂമിനെ പറ്റി പറയാൻ പറയുമ്പോ വന്ന അന്ന് ഞാൻ ഈ റൂമിലേക്കാ വന്നേ. അപ്പൊ എനിക്ക് പറഞ്ഞൂടെ, 6 മാസമായി ഞാൻ ഈ റൂമിൽ. ഇന്ന് ഞാൻ ഇവിടുന്ന് പോവാണ്, വിരമിക്കുകയാണ്. കുറച്ച് സങ്കടമൊക്കെ ഉണ്ട്. നീ കരയണ്ട, പോട്ടെ. അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ കരഞ്ഞു ഗൈസ്, കണ്ടോ? കരയണ്ട, കരഞ്ഞാ തോറ്റുന്ന. തോൽക്കാതിരിക്കാൻ വേണ്ടിയില്ല നീ പെടപ്പെടണേ. കരച്ചിൽ വന്നാലും ചിരിച്ചു കാണിക്കണേ. ഇനിയും അങ്ങനെയൊക്കെ തന്നെ മതി. കണ്ണു തുറക്കേ. നീർത്തുള്ളി അനുഭവിച്ച ആഗമിച്ച എന്താ ചെയ്യുന്നത്? സ്ത്രീയോട് ഉപമിച്ച അത് തന്നെ.